I can't feel no better. What's this knob do? What's this knob do? എനിക്ക് ഉറപ്പിക്കണമല്ലോ. അതങ്ങ് ഉറപ്പിച്ചേച്ച് ഞാൻ അങ്ങ് പോയേക്കാം. പിന്നെ വരില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇത് ക്രിസ്റ്റി, നീ എന്താ ചെയ്യുന്നേ? ഇനി പറ, നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്? ക്രിസ്റ്റി, നീ എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാതെ. ഇറ്റ്സ് സോ കോംപ്ലിക്കേറ്റഡ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഒരു ഗേളും ബോയും സ്നേഹിക്കുന്ന പോലെ നമ്മളും സ്നേഹിക്കും. 2 ഹൃദയങ്ങൾ മാത്രമേ എന്റെ മുന്നിലുള്ളൂ. അത് മാത്രമേ നീയും കാണാവൂ. ഞാനിപ്പോ നിന്നെ കിസ് ചെയ്തപ്പോ നിനക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? ഇല്ല. സോ ഇനി പറ, എന്നെ വിഷമിപ്പിക്കാതെ നല്ലൊരു ആൻസർ. അത്രയും ഞാനെന്റെ പുറകെ നടന്നിട്ടുണ്ട്. എന്താ മിണ്ടാത്തെ? ഓഹോ, എന്നാ ശരി. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടു നിനക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ഇനി വരില്ല ഒരു ശല്യമായി. ക്രിസ്റ്റി, നോ. എനിക്ക് ഇഷ്ടമാ. താങ്ക് ഗോഡ്. ഹാരി, നീ സീരിയസ് ആയിട്ട് തന്നെയാണോ? അതെ. എനിക്കിനി എന്റെ മനസ്സിനെ പിടിച്ചു കെട്ടി നിർത്താൻ കഴിയില്ല. ഐ ആം ഓൾറെഡി ടയേർഡ് ക്രിസ്റ്റി. ഹേയ്, ഞാനില്ലേ. പിന്നെ നമുക്ക് ആരൊക്കെ എതിര് പറഞ്ഞാലും ഞാൻ ഇനി വീട്ട് പോവില്ല. കൂടെ ഉണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അത് ഇതിപ്പോ ഇന്നലെ വരെ നീ ആയിരുന്ന പൊസിഷൻ അല്ലല്ലോ ഇപ്പൊ നിനക്ക് എന്നിലുള്ളത്. സോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഓഹോ, അങ്ങനെ. ആ ട്രബിൾ ഞാനങ്ങ് മാറ്റി തരട്ടെ. ഹാരി, എനിക്ക് ഒരു കിസ് കൂടി തരൂ. എനിക്ക് മതിയായില്ല. ഒന്ന് പോയേ. ഇപ്പം കിട്ടിയത് പിന്നെ എന്താ? ഐ വാണ്ട് മോർ പ്ലീസ്. ജസ്റ്റ് 1 kiss, okay? Christy. ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യണമാണ് നമുക്ക് നല്ലത്. ഓ സോറി, ഞാൻ പെട്ടെന്ന്. എന്നാ നാളെ ഓഫീസിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ സിൻഡ്രു. എന്റെ മാതാവേ, അവൻ പിടിച്ചു നിർത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, ABCD അറിയില്ല എന്നുള്ള കാര്യം ഇപ്പൊ അറിഞ്ഞേനെ. നാണം കേട്ട നാറിയേനെ. പ്രിൻസേ, ഞാനിതാ വരുന്നു. പ്രിൻസേ, എടാ പ്രിൻസേ. എന്താടാ, നിന്റെ ആരെങ്കിലും ചത്ത? എടാ, എനിക്ക് പഠിപ്പിച്ച് താടാ. എന്ത് ABCD? പ്രാന്ത. ചേച്ചിയുടെ മോൻ അങ്കൻവാടി പോകുന്നുണ്ട്. ഒരു ബാഗ് മേടിച്ച് രാവിലെ 10 മണിക്ക് വാ. എന്തിന്? ABCD പഠിക്കണമെന്ന് പറഞ്ഞ പോടാ. ഇട മറ്റേ പ്രാക്ടിക്കലിന്റെ ABCD. ഓ, അത് ചോദിക്കാൻ മറന്നു. എന്തായി? കുളമായിട്ടുണ്ടാകും എപ്പോഴത്തെയും പോലെ. അയ്യടാ, ഞങ്ങൾ സെറ്റായി. എന്ത്? മോഹഭംഗ മനസ്സിലെ ശാപഭംഗില നടകളിൽ വീണു പ്രദോഷമായി.
പാട്ടൊക്കെ പിന്നെ പാടാം. ഇന്ന് ഞാനൊരു 3 times അവനെ കിസ് ചെയ്തു. ബാലൻകെ നായരെ, അവനെ ബാക്കി വെച്ചേക്കണേ. ഈ ഒരു അപേക്ഷ എനിക്ക് നിന്നോടുള്ളൂ. ഒന്ന് പോടാ. എടാ, ഞാൻ കിസ് ചെയ്ത് അങ്ങ് മൂട് കയറി പ്രാക്ടിക്കലോട്ട് പോകാൻ പോയി. എന്നിട്ട് എല്ലാം കഴിഞ്ഞാ? പോടാ. എടാ, എന്നാ ഞാൻ ഇതുപോലെ നിന്റെ മുമ്പിൽ വന്ന് കെഞ്ചോ? അവൻ സ്റ്റോപ്പ് ചെയ്തോണ്ട് എന്റെ അഭിമാനം നഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒന്നും നിനക്കുണ്ടോ ദശാവമേ? എടാ, എന്റെ അഭിമാനം ചോദ്യം ചെയ്യേണ്ട സമയമല്ല, എന്റെ കഴിവ് തെളിയിക്കേണ്ട സമയമാ. എനിക്ക് എങ്ങനെയും ഒന്ന് പഠിപ്പിച്ച് താടാ. ടൂൾസ് രണ്ടും സെയിമായ സ്ഥിതിക്ക് നീ പാടുപെടൂ. ഒരുമാതിരി കഴിവേറി തരം വിളിച്ചു വന്നിട്ട് വിളിച്ചാലുണ്ടല്ലോ. ഓ പിന്നെ, ഞാനൊന്ന് തപ്പട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് വരാം. ഇന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്. ക്രിസ്റ്റി, അപ്പച്ചാ, ക്രിസ്റ്റി എവിടെ? അവിടെ ഇരുന്ന് വെട്ടി വീഴുന്നുണ്ട്. ഒരു കാണാമേ, എനിക്കുള്ളതെടുത്ത് വെച്ചോ. എടാ, എന്താ തിന്നുന്നേ? അതോ ഇന്നലത്തെ താറാവിറച്ചിയും പഴങ്കഞ്ഞിയും കാന്താരി ചമ്മന്തി. നോക്കണ്ട, തീർന്നു. അവസാനത്തെ പിസ. ഞാൻ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. പോട്ട്, കാര്യത്തിലേക്ക് വരാം. എടാ, നിന്റെ പ്രാക്ടിക്കലിന്റെ അടവും ചതവും പഠിക്കാൻ ഞാൻ പോയത് തായ്ലാന്റിലെ ചുക്ലി സാഹിബിന്റെ മടിയിൽ ഗർജിക്കുന്ന സിംഹങ്ങളുടെ നടുക്ക് ചെന്നപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിനക്ക് പാടാൻ അറിയോന്ന്. പിന്നെ റൈക്കാൻ ടോപ്പിനെ രാഗത്തിൽ ഞാനൊരു പിടി പിടിച്ചു. ഹരി സ്വദീഹ ഇടക്കാഴുതെ സ്വന്തമായിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ട് വിളിച്ചാലുണ്ടല്ലോ. എടാ, ഞാൻ പറയട്ടെ, ഈ മുതൽ തായ്ലാന്റിൽ നിന്നാണ് അടിച്ചു മാറ്റിയേ. അതൊരു വേൾഡാടാ. റേഞ്ചർ സാഹിബ് മുതല് പാൽക്കാരൻ പയ്യൻ വരെ ആറാടുന്ന ഒരു മിസ്റ്ററി വേൾഡ്. ഇറങ്ങിപ്പോരാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. ബട്ട് നിനക്കുള്ള മുതലും കൊണ്ടാ ഞാൻ പോന്നേ. നോക്ക്. ഓ, ഇത് ലോക്കാണല്ലോ. ഓണാക്കട്ടെ. എന്തൊരു ചൂട്. പഴങ്കല്ലിക്ക. അയ്യോ, അതല്ല, ഈ ചമ്മന്തിക്ക് എന്തൊരു എരിവ്. വാടാ വാടാ. മുഷ്കിൽ എന്നെ ഒന്നും ചെയ്യരുത്, വിട്ടേക്കൂ. അടവലാതെ തെണ്ടി, നിന്നെ തല്ലിക്കൊള്ളൂടെ പന്നി. അയ്യോ, തല്ലല്. എടാ, ഞാൻ നിന്നെ നല്ലതിന് വേണ്ടിയല്ലേടാ. ഞാൻ നീ അബദ്ധമൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേടാ. അവന്റെ മുമ്പിൽ നിന്റെ കഴിവ് തെളിയിക്കാനല്ലേടാ ഞാൻ. അപ്പന്റെ മുന്നിൽ നിന്നിട്ടാണോ നിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്? എന്നാലും പ്രാക്ടിക്കൽ എക്സാമിന് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവാനല്ലേടാ ഞാൻ ഇതൊക്കെ. എന്നെ നീ എനിക്ക് പോടാ. അവന്റെ ഒരു മുതലക്കണ്ണിയത്. മുതല് ഞാനോ? അപ്പന് മനസ്സിലായിട്ടുണ്ടാവോ? പിന്നെ ആ കിളവൻ അതിനുള്ള വിവരമൊന്നുമില്ല. എടാ, വാ, റൂമിൽ പോയി ബാക്കി നോക്കാം. എന്തോ? എങ്ങനെ മനസ്സിലായില്ല? എടാ, വാടാ, പ്രാക്ടിക്കല് പഠിക്കണ്ടേ നമുക്ക്? അയ്യേ, നീ ഒറ്റക്ക് പഠിച്ചാ മതി. നീ പറഞ്ഞതാ, ഞാൻ ഈ ഫീൽഡിൽ ആദ്യമാ. എനിക്ക് ഇതാർന്നല്ലോ പണി. ഒന്ന് പോയടാ. വാടാ പ്രിൻസ്, നീ എന്റെ ഹീറോ അല്ലേ? ഹീറോ എന്ന് പറഞ്ഞോണ്ട് വരാ. അയ്യേ, ഇവന്മാരെന്തായി കാണിക്കുന്നേ? എടാ പ്രിൻസേ, നോക്കിയടാ. നീ ഒറ്റക്കിരുന്ന് കണ്ടാ മതി, വെറുതെ എന്നെ വിളിക്കണ്ട, ഞാൻ വരൂല. എടാ, എന്റെ ഡൗട്ട് പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എടാ, ഇതെന്താ ഇങ്ങനെ? അതോ അത് പോയടാ. ഓരോന്നൊക്കെ കാണിച്ച് എന്റെ മനസ്സ് മാറ്റാതെ. ഞാൻ സ്ട്രെയിറ്റ് ആണ്. ഓഹോ, അപ്പൊ അവൻ പറഞ്ഞത് 2 കുത്തബ് മിനാർ തമ്മിൽ ചേരില്ലെന്നാണല്ലോ. നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, നോക്കിക്കേ. എടാ, അലവലാതെ, നിനക്ക് എങ്ങനെ പച്ചക്ക് പറയാൻ പറ്റുന്നു? മയച്ചൻ. എന്തായി, വല്ലതും മനസ്സിലായോ? അവിടുന്ന് ഇവിടെ നോക്കി എന്തൊക്കെയോ മനസ്സിലായി. ഇതെല്ലാം ഞാനേ പ്രാക്ടിക്കൽ ആക്കണമല്ലോ. ഇങ്ങോട്ട് നോക്ക്, ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിനക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ എങ്ങനെയാണ് വർക്കാവോ ഇല്ലേ എന്നൊക്കെ അറിയുന്നേ. എനിക്ക് നിന്റെ അടുത്ത് ഈ ഏർപ്പെടാൻ ടോക്കിന് താല്പര്യമില്ല. ശവം, മനുഷ്യന്റെ മൈൻഡ് എല്ലാം മാറുന്നു. മൊത്തം ഒരു പോകാം. എന്റെ കർത്താവേ, ഞാനും വളഞ്ഞു പോവാണോ?
എടാ അതിന് മുന്നേ ഇത് വീട്ടിൽ പറയണ്ടേ? ഏത്? നീ പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്ന കാര്യം? അയ്യേ പോടാ. എടാ ഞാനും സിന്ധുവും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു കുരിശ് കിടപ്പുണ്ടല്ലോ. എന്റെ മനസ്സ് പറയുന്നു നിന്റെ അപ്പ സമ്മതിക്കും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സ്റ്റാൻഡേർഡ് അങ്ങേർക്കുണ്ട്. അത് നിനക്ക് എന്റെ അപ്പനെ പറ്റി മര്യാദക്ക് അറിയാത്തോണ്ടാ. പിന്നെ ഈ പ്രിൻസ് കാണാത്ത അപ്പന്മാരോ? നീ വാടാ. What's this knob do? എടാ എന്റെ കൈയും കാലൊക്കെ വിറക്കുന്നു. നിനക്ക് പ്രാക്ടിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ വിറക്കലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. പ്രിൻസേ. അപ്പച്ചാ ദേ ഇവന് നിങ്ങളോട് എന്തോ പറയണമെന്ന്. എന്താടാ? നിനക്ക് പുതിയ കളസം വേണോ? അയ്യേ ഇങ്ങേരിതെന്തോന്ന്? അല്ല നീ എപ്പോഴും എന്റെ കയ്യിൽ നിന്ന് കളസം വാങ്ങാൻ കാശ് ചോദിക്കാനല്ലേ ഇങ്ങനെ നിൽക്കാറുള്ളൂ. അതൊന്നും അല്ല അപ്പാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നടാശു മോനെ വെളുപ്പിനെ തോന്നിയാസം വിളിച്ചു പറയുന്നു. ഓ ഗോഡ്, ഇതാണോ അപ്ഡേറ്റഡ് ആയതെന്താ? കാലമഴ നിന്നെ ഞാൻ എടി സാറാമേ ദേടി നിന്റെ മോൻ കല്യാണം കഴിഞ്ഞു വന്ന് നിൽക്കുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുക്കുരുവാവേ, നീ എന്തുവായി ചെയ്തത്? കല്യാണം കഴിക്കാൻ പ്രായം പോലും ആകാത്ത എന്റെ കൊച്ചു പയ്യനെ വശീകരിച്ചത് ഏതവളാ? അയ്യേ ഇത്തവണ എന്തൊക്കെയാ വിളിച്ച് പറയണേ? കുക്കുരുവാവേ? കൊച്ചു പയ്യൻ പോലും പ്രാക്ടിക്കൽ നടത്താൻ മൂത്തു നടക്കുവാ കുക്കുരുവാ എന്ന് ഈ തള്ളക്ക് അറിയില്ലല്ലോ. ഇവനെ ഞാനിന്ന് കൊല്ലും. വിടടി തന്നെ. അതിന് നിങ്ങളെ ഞാൻ കേറി പിടിച്ചിട്ടില്ലല്ലോ. എന്നാ കേറി പിടിക്കടി. പിടിച്ചു. വിടടി എന്നെ. വിടാൻ വിട്ടു. ഛേ, നിന്നോട് ആരടി വിടാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞാലും വിടരുത്. ആ ഫ്ലോ അങ്ങ് പോയി. എടാ ക്രിസ്റ്റി, വെറുതെ അല്ല നീ ഇങ്ങനെ ആയത്. ഇപ്പഴാ മനസ്സിലായത്. പന്നി മിണ്ടാതെ കേടാ. എന്റെ മനുഷ്യനെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് പിടക്കാതെ ഏത് പെണ്ണാണ് ചോദിക്കേ? ശരിയാണല്ലോ, അത് ചോദിക്കാൻ മറന്നു. ഏതാ പെണ്ണ്? അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ, ഹാരി. ഹാരിയോ? അതൊരു ചെറുക്കന്റെ പേരല്ലേ? ഷാരി എന്നായിരിക്കും. നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ? അപ്പം കേട്ടത് ശരിയാ, ഹാരി എന്ന് തന്നെയാ പേര്. പെൺകൊച്ചുങ്ങൾക്ക് ആരൊരു ഹാരി എന്ന് പേടോടി? ആവോ, ചിലപ്പോ പുതിയ ഫാഷൻ ആയിരിക്കും. ഇതാരെങ്കിലും തന്നെ നമുക്ക് വല്ല അന്നമ്മേന്നോ കൊച്ചു ഡ്രസ്സേന്നോ കിട്ടാൻ മതിയാർന്നല്ലേടി. ഒറ്റത്തരം പറയാതെ നിങ്ങൾ കാര്യം ചോദിക്കും മനുഷ്യനെ. എടാ നീ കണ്ടെടുത്തുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റണോ? അപ്പ വിചാരിക്കുന്നവരല്ല. ഞാൻ അപ്പാരം രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു. നരസിംഹം നരസിംഹം. ഇത്രയൊക്കെ ബിൽഡപ്പ് വേണോ? വേണം. ആറ്റം പോകുമ്പോ ഇടാൻ പോണേ. അപ്പാ നിങ്ങളുടെ മകൻ ഒരു ഗേ ആണപ്പ, ഒരു ഗേ ആണ്. അതെന്തുകൊണ്ടോടി സാറാമേ? ഇനി വല്ല ഗൂഗിൾ പേ പേര് മാറ്റിയതാവോ? ഇത്രയും വിവരമില്ലാത്തവരായിരുന്നോ എന്റെ തന്തയും തള്ളേ? എടാ നീ ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങളുടെ കുക്കുരുവാവ ഒരു ഗേ ആണ് മിസ്റ്റർ. എന്റെ കർത്താവേ, എല്ലാം പോയി. എന്നതാ മനുഷ്യനെ? അവൻ പറഞ്ഞത് കേട്ടില്ലേടി, അവനൊരു പെണ്ണാണെന്ന്. നല്ല അപ്ഡേറ്റഡ് ഫാമിലി. അയ്യോ അപ്പച്ചൻ കേളല്ല ഗേ. എന്റെ പൊന്നു മോനെ, നീ ഇതെപ്പോ പോയി നടത്തിയാണ് ഓപ്പറേഷൻ? അമ്മക്ക് അറിഞ്ഞിട്ടുണ്ടോടാ പൊന്നുമോനെ? പൊന്നുമോളെന്ന് വിളിയടി. അവൻ പറഞ്ഞ കേട്ടില്ല ഗേളാണെന്ന്. ഓ എന്റെ അപ്പനായി പോയി. അല്ലെങ്കിൽ ഞാനിപ്പോ പൊക്കി കാണിച്ചു തന്നേനെ. അപ്പ ഞാൻ ബോയ് തന്നെയാ. എന്തോന്നിത്? നീയല്ലേ ഡക്കിണാപ്പ പറഞ്ഞത് ഗേളായെന്ന്? അപ്പൊ ഗേളല്ല ഗേ. അതെന്താണെന്നാ ഞാൻ ചോദിച്ചേ. അതായത് അപ്പച്ചാ, ഞാനൊരു ചെറുക്കനുമായി ലവിലാണ്. എന്തോന്ന്? ഇത് ട്രൂ ലബാണ്. പന്നടാശമോനെ, അവനൊരു ട്രൂ ബൈബിൾ. നീ അപ്പനെ പറയുക തന്നെ ഉണ്ടാകാനാണോടാ? അയ്യോ എന്റെ മോൻ പിഴച്ചു പോയേ, എന്റെ മോൻ പിഴച്ചു പോയേ. അമ്മച്ചി ഒച്ചയെടുത്ത് നാട്ടാരെ കൂട്ടാതെ. ആൾക്കാരെ വിചാരിക്കും അപ്പം മടിയായിരുന്നു. കൊല്ലി എന്നെ കൊല്ലി. അപ്പച്ചാ ദേഷ്യം വരുമ്പോൾ നിങ്ങളെല്ലാം തകർന്നു. പന്നടാശി പട്ടിക്കാലമാണ്. ഓ ചെവി അടിച്ചു പന്നൊക്കെ ആളാൻ. നീ ഒരു ഒറ്റ ഒരുത്തനെ ഇവനെ ഇതിൽ കൊണ്ട് തള്ളിയിട്ടെന്ന് എനിക്കറിയാം. അന്നേ തെക്കേ മുറ്റത്തെ തുളസി വന്നതാ നിങ്ങളുടെ മോനെ ഈ പ്രിൻസ് ചേർത്ത് നശിപ്പിക്കുമെന്ന്. അതാരാണ് തുളസി? സത്യം പറ മനുഷ്യനെ. അപ്പൊ നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ബന്ധമുണ്ടല്ലേ?
കാലമാടത്തിൽ തുളസി കിഴക്കേ മുള്ളിലെ തുളസീതരൻ. ഓ ശാവം, ഇനി അതിനെ പിടിച്ചു കയറും. അങ്കിൾ കംസ്കിത പോയിന്റ്, ഐ ആം റെഡി. എടത്തെങ്കി നിനക്ക് എന്നാത്തിന്റെ കേടായിട്ടാണ് ഇവനെ ഇങ്ങനെ കേടാവൃത്തിപ്പെടുത്തിയേ? ഈ ചുറ്റുവട്ടത്തിൽ ഇതിന് മാത്രം പെണ്ണുങ്ങളുണ്ടായിട്ട് നിനക്കൊരു ചെറുക്കന് മാത്രമേ കിട്ടിയുള്ളൂ കെട്ടാൻ. ആ അവിടെ നിൽക്കി. ഇനി നീയാണോ ഇവൻ പറയണ ചെറുക്കൻ? സത്യം പറയണ, നീയാണോ ഇതിനെ കെട്ടിയേ? എനിക്ക് ഇതൊക്കെ വായത്തോന്നു വെച്ച് വന്നാലുണ്ടല്ലോ ഞാനും ഇവനും. അയ്യേ അപ്പ, ഇവനൊന്നും അല്ല, ഞാൻ കെട്ടിയ ചെറുക്കൻ വേറെയാ. ഇനി ഞാനൊരു സത്യം പറയാം, ഞാൻ കെട്ടിയിട്ടില്ല. അപ്പന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഇപ്പൊ ലവ് മാത്രമേ ഉള്ളൂ. ഓ കോ മാത്രമേ ഉള്ളൂ. ഇനി നീ അധികം കിടന്ന് സംസാരിച്ചാ നിന്റെ ഈ കിടുങ്ങാമണി എടുത്ത് ഞാൻ ഉപ്പിലിട്ട് വെക്കും. ആഹാ അപ്പാ, ആഹാ കിടുങ്ങാമണി ഉണ്ടെങ്കിലല്ലേ കെട്ടിയിട്ട് കാര്യമുള്ളൂ. നീ കെട്ടടാ. എന്താ നിനക്ക് കെട്ടണ്ടേ? കെട്ടണം. കിടുങ്ങാമണി അപ്പ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഇറങ്ങിപ്പോടാ പട്ടി. പങ്കാളി വാ, നമുക്ക് അടുത്ത പ്ലാൻ നോക്കാം. എന്ത് ഫാമിലിയടാ അത്? പിന്നെ ഒരു ചെറുക്കനെ കിട്ടിയെന്നൊക്കെ പെട്ടെന്ന് കേട്ടാ ഏതപ്പനായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ. പിന്നെ എന്നാലും ഇങ്ങനെയുണ്ട് ഒരപ്പൻ. ഓ നീയായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ നിന്റെ അപ്പൻ ഇപ്പൊ നിന്നെ പാടത്ത് കൊണ്ട് ചൂട്ടായിട്ട് കത്തിച്ചു വെച്ചേനെ. എടാ വെറുതെ ഒന്നും പറഞ്ഞ പേടിപ്പിക്കല്ലേ. ചിലപ്പോ എനിക്ക് വല്ല ചെറുക്കനാണോ തലേ വരുന്നതെന്ന് ആദ്യം കണ്ട്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു താർത്തരുത്. എടാ മത്തായി എങ്ങനെ ചാക്കിലാക്കാം അത് പറ. നിന്റെ അപ്പനാ കോൺക്രീറ്റ് ഇട്ടങ്ങ് സമാധിയാക്കിയാലോ? എന്നിട്ട് അവിടെ ഒരു അമ്പലം പണിത് മത്തായിക്കുന്നിൽ അപ്പനെന്ന് വിളിക്കാം. നിനക്കൊരു എക്സ്ട്രാ സ്റ്റാർട്ടപ്പ് ആകും. ഇപ്പോ ഇതൊക്കെയാണ് ഫാഷൻ. പിന്നെ എന്നിട്ട് വേണം അപ്പനെ കൊന്നവനെന്നും പറഞ്ഞ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലാൻ. അതും ശരിയാണ്. പിന്നെന്താ ഒരു വഴി? നീ ആലോചിക്കടാ. നിന്റെ ഈ തലയിൽ ഇനി എനിക്ക് ഒരുപാട് ഐഡിയ ഉണ്ടാവും. എനിക്ക് സമയം വേണം. ഇപ്പൊ തൽക്കാലം നിനക്ക് മാനസാന്തരം വന്നെന്ന് അഭിനയിക്ക്. അപ്പൻ ചോദിച്ചാ മൈ ലവ് ഈസ് ഗോൺ എന്ന് പറഞ്ഞാ മതി. അതെന്തിനാടാ? എന്റെ ലവ് ഒന്നും അങ്ങനെ ഒന്നും പോയി പോവില്ല. എടാ ശവമേ, ആ കിണാപ്പന്റെ പൊളിച്ചത് കേൾക്കാതിരിക്കാനാ എന്റെ ചെവിക്ക് വേണ്ട ഒരു റെസ്റ്റ്.